തിരുവനന്തപുരം കല്ലിയൂർ പുന്നമൂട് സ്കൂളിൽ വിദ്യാർത്ഥിയുടെ പെപ്പർ സ്പ്രേ ആക്രമണം. 6 വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഘന മുരളി വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് മേഘന, എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് ഈ കുട്ടി ഈ ഒപ്പമുള്ള കുട്ടികളെയും അധ്യാപികയ്ക്കും ഒക്കെ നേരെ ഈ പെപ്പർ സ്പ്രേ ആക്രമണം നടത്തിയത്? വിജയകുമാർ, തിരുവനന്തപുരം കല്ലിയൂർ പുന്നമൂട് സ്കൂളിൽ അല്പസമയം മുന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സഹപാഠികൾക്കും അധ്യാപകർക്കും നേരെ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയായിരുന്നു. ആ സ്കൂളിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് പെപ്പർ സ്പ്രേ കൊണ്ടുവരുന്നു. അതിനുശേഷം ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. 6+2 വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഒരു അധ്യാപികയ്ക്കുമാണ് ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്നത്. അത് 3 വിദ്യാർത്ഥികൾക്ക് നല്ല അവശനിലയിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ അവരെ ജനറൽ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് നിലവിൽ. അതിൽ 3 വിദ്യാർത്ഥികൾക്ക് അവരുടെ ആരോഗ്യസ്ഥിതി അത് കുറച്ച് മോശമാണ് എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി വൃത്തങ്ങളിൽ നടക്കാൻ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന്റെ കാരണം എന്ന് പറയുന്നതും അത് വിദ്യാർത്ഥികൾ തമ്മിൽ തമാശയ്ക്ക് ഒരു ഇതിന്റെ ഭാഗമായി അടിച്ചു എന്നുള്ള മറ്റു കാരണങ്ങളൊന്നുമില്ല, മറിച്ച് ഒരു തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പെപ്പർ സ്പ്രേ അടിച്ച് കളിച്ചു എന്നുള്ളതാണ് നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അതിൽ 6+2 വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ഒരു അധ്യാപക സ്കൂളിൽ തന്നെ തലകറങ്ങി വീണു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ വിദ്യാർത്ഥികളെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. അതിൽ എന്താണ് ഇനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യം അത് ഒരു മണിക്കൂറുകളിൽ മനസ്സിലാകും. വിജയകുമാർ, 6 വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. ഒരു കുട്ടി കൊണ്ടുവന്ന പെപ്പർ സ്പ്രേ അടിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അവർ തമാശന് ചെയ്തതാണ്, കളി കാര്യമായി പോയി എന്നാണ് മനസ്സിലാകുന്നത്. അവർക്ക് പരിക്കേറ്റവരെ, ദേഹാസ്വാസ്ഥ്യമുള്ള കുട്ടികളെയും അധ്യാപികയും ഒക്കെ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.